ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സുപ്രീം കോടതി കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കാൻ പോകുന്നു. ഇതടക്കം വാർത്തകൾ എങ്ങനെ ബൽറാം നെടുങ്ങാടി? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ, ഒപ്പം തന്നെ കർഷക സംഘടനകൾ എന്നിവർ സംയുക്തമായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 4 തൊഴിൽ കോഡുകൾക്ക് എതിരെയാണ് ഈ പ്രതിഷേധം. ഈ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. 2020 കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയായിരുന്നു ഈ കോഡുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. തുടർന്ന് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് 5 വർഷത്തോളം നടപടിയെടുത്തിരുന്നില്ല. കഴിഞ്ഞയാഴ്ചയാണ് ഈ തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം. ഇന്ന് ജന്തർ മന്ദറിൽ രാവിലെ 11 മണിക്ക് കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ ധർണ നടക്കും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്നും റിജി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കേരളവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായി സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാരിന്. അതേസമയം കോൺഗ്രസും മുസ്ലിം ലീഗും CPIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച ഹർജികളിൽ ഈ SIR നടപടികൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രീം കോടതി കഴിഞ്ഞയാഴ്ച ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി തേടിയിരുന്നു. അതുൾപ്പെടെ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നിലപാട് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെയാണ് രാജ്യത്ത് കഴിഞ്ഞ ദിവസം വലിയ ആശങ്ക പടർത്തിയിരുന്നു ഉത്തരേന്ത്യൻ മേഖലയിൽ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചാരമേഘങ്ങൾ. അതിൻ്റെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ഈ മേഘങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ മേഖലയിൽ നിന്നും ചൈനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിൽ നേരിയ തോതിൽ ആഘാതം അത് ഉണ്ടാക്കിയതൊഴിച്ചാൽ മറ്റ് ആശങ്കകൾ ഇല്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ഈ ഒരു ചാരമേഘങ്ങൾ ബാധിച്ചിരുന്നു. റീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.